സ്ഥാനാർത്ഥികൾ ക്വാളിറ്റിയുള്ള നല്ല ചിത്രങ്ങൾക്ക് സാമൂഹിക മാധ്യമങ്ങളിലും പ്രാധാന്യം ഏറെയാണ്. നല്ല ചിത്രങ്ങൾ കിട്ടാനോ നല്ല ഫോട്ടോഗ്രാഫർമാർ കൂടി വേണം. നെയ്യാറ്റിൻകരയിൽ സ്ഥാനാർത്ഥികളുടെ പ്രിയപ്പെട്ട ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്, നമുക്ക് പരിചയപ്പെടാം. ഇത് സൂപ്പർ മാർക്കറ്റിലെ തിരക്കല്ല. സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതോടെ ഫോട്ടോ എടുത്ത് പ്രചരണത്തിന് മാറ്റുകൂട്ടാനായി സ്റ്റുഡിയോയിലെത്തുന്നവരുടെ തിരക്കാണ്. നെയ്യാറ്റിൻകരയിലെ മുകുന്ദൻ സ്റ്റുഡിയോയിലാണ് സ്ഥാനാർത്ഥികളുടെ തള്ളിക്കയറ്റം. നെയ്യാറ്റിൻകര താലൂക്കിൽ നിന്ന് മാത്രമല്ല, കാട്ടാക്കട, നെടുമങ്ങാട് താലൂക്കുകളിൽ നിന്ന് പോലും സ്ഥാനാർത്ഥികൾ എത്തുന്നത് ഇവിടേക്കാണ്. പാർട്ടി ഭേദമന്യേ തിരക്ക് കൂടിയതോടെ അർദ്ധരാത്രിയിലും സ്റ്റുഡിയോ ഓപ്പണാണ്. 30 വർഷമായി ഈ മേഖലയിലുള്ള മുകുന്ദൻ സ്ഥാനാർത്ഥികളിൽ നിന്ന് തുച്ഛമായ തുകയാണ് ഈടാക്കുന്നത്. സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്ന ഇവിടെ സ്ഥാനാർത്ഥിയുടെ ഏറ്റവും നല്ല ചിരിച്ചിത്രം പകർത്താൻ അവരെ ചിരിപ്പിക്കാനുള്ള ട്രിക്കുകളുമുണ്ട്. വിവിധ പാർട്ടികളുടെ ഷോളുകളും ഇവിടെ റെഡിയാണ്. മുകുന്ദ സ്റ്റുഡിയോ എന്ന് പറയുന്നത് നെയ്യാറ്റിൻകരയിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർക്കും വന്ന് ഫോട്ടോ എടുക്കാനും അതേപോലെ അത്രയ്ക്ക് ക്ലാരിറ്റി ഉള്ള ഒരു സ്റ്റുഡിയോ, നമ്മുടെ സ്ഥാനാർത്ഥികളുടെ മനസ്സിൽ പതിഞ്ഞൊരു സ്റ്റുഡിയോ. ഇപ്പോൾ ഇലക്ഷൻ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരെത്തുന്നത് മുകുന്ദനാണ് ചൂസ് ചെയ്യുന്നത്. കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഇവിടെയുള്ള സ്റ്റാഫുകളുടെ ആയിട്ടുള്ള ബന്ധമാണെങ്കിലും, രണ്ടാമത്തെ കാര്യം ഇവിടെയുള്ള ഫോട്ടോയുടെ ക്വാളിറ്റിയാണ്. മറ്റു സ്റ്റുഡിയോയിൽ നിന്നുള്ളതിനേക്കാൾ വ്യത്യസ്തമായ ഫോട്ടോകളാണെങ്കിലും നമുക്ക് പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ വിജയസാധ്യത ഉള്ളതും മറ്റൊരു വിഷയമാണ്. കഴിഞ്ഞ 3 ദിവസത്തിനിടയിൽ 2000 സ്ഥാനാർത്ഥികളാണ് ഇവിടെ എത്തി ഫോട്ടോ എടുത്ത് മടങ്ങിയത്. കൂട്ടി വരുമ്പോൾ ഒരു 2300 പേരെ എടുത്തു. 3 പാർട്ടിയിലെ ആൾക്കാർക്കും ഇവിടെ വരാം. പിന്നെ പാർട്ടി നോക്കാറില്ല, എല്ലാവർക്കും അവരുടേതായ രീതിയിലുള്ള ഷാളും നടത്തവും അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ചിരിയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കും. ന്യൂസ് 18 നെയ്യാറ്റിൻകര. നേരത്തെ CPIഎമ്മിലെ വിമതരെക്കുറിച്ച് തിരുവനന്തപുരത്ത് എന്ന റിപ്പോർട്ട് വന്നുവെങ്കിൽ ഇപ്പോഴിതാ ചേലക്കരയിൽ CPIയിലാണ് പൊട്ടിത്തെറി. വാർഡ് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയാണ് തർക്കം. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് PR വിശ്വനാഥൻ CPI ലോക്കൽ കമ്മിറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ല എങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നാണ് വിശ്വനാഥന്റെ മുന്നറിയിപ്പ്. വർഷമായി ഞാൻ പാർട്ടിയുടെ സജീവ പ്രവർത്തകനാണ്. എൻ്റെ അച്ഛനും അമ്മയും 34 കൊല്ലക്കാൽ ലോക്കൽ സെക്രട്ടറിൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ മഹിളാ സംഘത്തിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റായിരുന്നു. ജനനം മുതൽ തൊഴിലേറ്റിക്കൊണ്ട് നടക്കുകയായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും. പാർട്ടി CPI എന്ന പാർട്ടി ജനിക്കുമ്പോൾ തന്നെ CPI ആണ്, മരണം വരെ CPI ആവണമെന്നാണ് എൻ്റെ എല്ലാ ആഗ്രഹം. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ ഗ്രാമപഞ്ചായത്തിൽ 2015 കോൺഗ്രസിൻ്റെ കുത്തക വാർഡായിട്ടുള്ള അവിടെ 450ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷമുള്ള കോൺഗ്രസിൻ്റെ വാർഡിൽ 333 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഞാൻ അവിടെ വിജയിച്ചത്. എന്നിൽ അർപ്പിച്ച വിശ്വാസമാണ് ജനങ്ങൾ. എന്നാൽ ഇത്തവണയും അതുപോലെ അവിടെ ജനറൽ സീറ്റായിട്ടുണ്ട്, അവിടെ തന്നെ മത്സരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ബ്രാഞ്ച് തീരുമാനിക്കുന്നു. എന്നാൽ LC കമ്മിറ്റി ഇവിടുത്തെ ഇടതുപക്ഷം അധികാരം വരാൻ സാധ്യതയുണ്ടെന്നും അവിടെ CPI ജയിക്കുമെന്നുമുള്ള ഒരു തിരിച്ചറിഞ്ഞ ഭാഗമായി കോൺഗ്രസിനെയും BJPയെ സഹായിക്കുന്നതിന് വേണ്ടി CPIയിലെ ചില നേതാക്കന്മാരെ കയ്യിലെടുത്തുകൊണ്ട് അവർ CPIയെ തകർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തു തന്നെയായാലും ഞാൻ CPI ആണ്. CPIയുടെ പാർട്ടി നേതൃത്വത്തിന് ഇതിൻ്റെ കൃത്യമായ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. പാർട്ടി നേതൃത്വവും 3 തവണ മത്സരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇതേ മണ്ഡലത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി മത്സരിക്കുന്ന KR സത്യൻ 3 തവണ മത്സരിച്ചു കഴിഞ്ഞു, 4ാമത് മത്സരിക്കുന്നു. വരവൂല സഖാവ് 4ാമത് മത്സരിക്കുന്നു. നിരവധി ആൾക്ക് എക്സ്പെൻഷൻ ഉണ്ടെങ്കിൽ ഇവിടെ മാത്രം അതില്ല. അങ്ങനെ BJPയും കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടി ഇവിടുത്തെ CPI നേതൃത്വം മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. അതിനെതിരെയാണ് ഈ മത്സരം. തീർച്ചയായും ഈ പാർട്ടി ബ്രാഞ്ച് പറഞ്ഞതിൻ്റെ പിറകെ നിൽക്കാൻ താല്പര്യം. ഞാൻ മരണം വരെ CPI ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനനിക്കുമ്പോൾ CPI, മരണം വരെ CPI. പാർട്ടി ഇവിടെ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ പാർട്ടി ഒരു ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.